പ്രിയരെ, ഇന്നേക്ക് ഉദ്ദേശം 20 വർഷം മുന്നേ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പുതിയൊരു സംരംഭമായ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉദ്ദേശം 130ഓളം സ്റ്റുഡൻസിനെയും 10ഓളം സ്റ്റാഫ് മെമ്പേഴ്സിനെയും വെച്ചുകൊണ്ട് തുടങ്ങിയ നമ്മുടെ ഈ മഹത് സ്ഥാപനം ഇന്ന് 1110ഓളം കുട്ടികളും അതോടൊപ്പം തന്നെ ഏകദേശം 50ഓളം സ്റ്റാഫ് അംഗങ്ങളോടും കൂടി വളർന്ന് വലുതായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്നത്തേക്ക് നമ്മുടെ 21st ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്കൂൾ സംബന്ധമായിട്ട് പറയാനുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നമ്മുടെ ഡയറക്ടർ സമിതിയും മാനേജിംഗ് കമ്മിറ്റിയും അഹോരാത്രം സ്കൂളിന് വേണ്ടി AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചേഴ്സും സഹപ്രവർത്തകരും ചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രയത്നിച്ചതിൻ്റെയും കൂടാതെ PTA-യുടെയും അകമഴിഞ്ഞ ആത്മാർത്ഥ സേവനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയ കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഓരോ വർഷവും നമ്മുടെ അക്കാദമിക് നിലവാരം ഉയർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഒന്ന് രണ്ട് കാര്യം രക്ഷിതാക്കൾ അല്ലെ പേരൻസ് ഉള്ള ഈ സാഹചര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏത് തരത്തിൽ ഏത് മേഖലയിൽ നിന്ന് വരുന്ന മക്കളായാലും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ ഉന്നതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഓരോ ദിവസവും ക്ലാസ് റൂമുകളിൽ കവർ ചെയ്യുന്ന പോർഷൻസ് നന്നായിട്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ. അതോടൊപ്പം തന്നെ പിഞ്ചുമക്കൾ അന്നെടുക്കുന്ന പോർഷൻസ് വീട്ടിൽ നിന്ന് അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് നിലവാരത്തിലേക്കും ഉന്നത നിലവാരത്തിലേക്ക് മക്കൾക്ക് എത്തിപ്പെടാൻ പറ്റും എന്നതിന് തെളിവുകൾ നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും നല്ല ലെവലിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ജോലിയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ 21st ആനിവേഴ്സറിയുടെ പ്രോഗ്രാമിലേക്ക് ഉദ്ഘാടക സമ്മേളനത്തിലേക്ക് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡൻറ്റും ഇന്നത്തെ ഈ സദസ്സിൻ്റെ വേദിയുടെ അധ്യക്ഷനായ സുഹേൽ അവരെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥികളായി നമ്മുടെ കലക്ടർ ഗ്രാൻഡ് സായി കൃഷ്ണ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക കാര്യങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടില്ല എങ്കിൽ തന്നെയും ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും ഞാൻ ഈ സദസ്സിലേക്കും വേദിയിലേക്കും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ലവബിളായ ചീഫ് ഗസ്റ്റ് കേശു, അതായത് ഉപ്പുമുളകും സീരിയലിലെ ഫെയിം അൽ സബിത്ത് അവർകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ വേദിയിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ചന്ദ്രൻ കല്ലാട്ട് അവർകൾ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, കൂടാതെ നമ്മുടെ സ്കൂൾ അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൻ്റെ അധ്യാപകനും കൂടിയായ CK അനിൽകുമാർ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ കമ്മിറ്റിക്ക് വേണ്ടിയും സ്കൂളിന് വേണ്ടിയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ AEO N സുജിത് സാർ അവർകൾ
നമ്മുടെ ഈ സന്തോഷ നിമിഷത്തിൽ നമ്മോടൊപ്പം പങ്കുചേരാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാന്യനായി അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഔപചാരികതയുടെ പേരിൽ നമ്മുടെ AS സൊസൈറ്റിയുടെ പ്രസിഡന്റ് ദേവദാസൻ സാർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ വേദിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നെട്ടല്ലായ നമ്മുടെ പ്രിയങ്കരനായ മുകുന്ദൻ, P. മുകുന്ദൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയുന്ന മൂന്നാട്ടൻ, അദ്ദേഹം വേദിയിലുണ്ട്. ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഒന്നുകൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജർ എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക കാര്യങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. ഔപചാരികയുടെ മാനേജർ കിഷോർ സാറേയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ വേദിയിൽ നമ്മുടെ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ട്രഷറർ അഡ്വക്കേറ്റ് MM അജിത് കുമാർ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിന് നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ രമാദേവി ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഫെലിസിറ്റേഷന് വേണ്ടി നമ്മുടെ ബഹുമാന്യരായ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലീന ടീച്ചർ സന്നിധരായിട്ടുണ്ട്. അവരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേരുന്നതിന് വേണ്ടി നമ്മുടെ അഞ്ചരക്കണ്ടി ഹൈസ്കൂൾ HM ജ്യോതി ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ അവസരത്തിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ 21 വർഷത്തെ AS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ യാത്രക്കിടയിൽ നമ്മളെ നയിക്കുവാനും നമ്മുടെ കരുത്തിലേക്ക് എത്തിച്ചേരുവാനും ഏറെ സഹായിച്ച ബഹുമാന്യനായ നമ്മുടെ രാമേന്ദ്രൻ സാർ, മുൻ പ്രിൻസിപ്പൽ, അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യും. കൂടാതെ ഈ വേദിയിലുള്ള നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് സുനിൽ കുമാർ അവർ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പോരാതെ സ്കൂളിൻ്റെ സർവതോന്മുഖ പ്രവർത്തനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന മദർ PT ഉണ്ട്. ആ മദർ PTയുടെ പ്രസിഡന്റ് ഷബാന അവർകളുണ്ട്. അവരെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ നന്ദി പ്രകടനത്തിന് ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ബീന ടീച്ചറാണ്. അവരെ ഈ അവസരത്തിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഈ സദസ്സിനെ പ്രോജ്വലമാക്കാൻ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യരായ എല്ലാ രക്ഷിതാക്കളെയും, കൂടാതെ വിദ്യാർത്ഥിനികളെയും, അതോടൊപ്പം തന്നെ അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എല്ലാ ഡയറക്ടർമാരെയും, കൂടാതെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരെയും ഈ അവസരത്തിൽ ഞാൻ ഈ സദസ്സിലേക്കും വേദിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ AS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ഈ ലെവലിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് അഹോരാത്രം സമയം നോക്കാതെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ പ്രിയങ്കരായ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീച്ചേഴ്സ്, സഹപ്രവർത്തകർ, സ്റ്റാഫ് അംഗങ്ങൾ, ഇവരെല്ലാം ഒന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സദസ്സിലേക്കും വേദിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി വെളിച്ചം മറ്റ് സംവിധാനങ്ങളിൽ ചെയ്തു വന്ന അവരെയും നാട്ടുകാരെല്ലാവരെയും ഈ അവസരത്തിൽ ബഹുമാന പുരസ്സരം ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രഭാഷണം നിർത്തുന്നു. പ്രിയപ്പെട്ട സുഹൃത്തും വിശിഷ്ടാതിഥിയുമായ നിങ്ങളുടെയും നമ്മളുടെയൊക്കെ സ്വന്തം കേശു മാസ്റ്റർ അൽ സാബിത്ത്, നമ്മുടെ ഈ
ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രാട്ടൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നിങ്ങൾ നമ്മുടെ കേശുവിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയായിരിക്കും. അതിനിടയിൽ നമ്മുടെ ഈ അധ്യക്ഷ ഭാഷണത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഉത്തരവാദിത്തം ചെയ്യുന്നത് കൊണ്ടും PTA പ്രസിഡൻ്റ് ആയതുകൊണ്ടും 2 വാക്ക് നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ അതൊരു മോശമാകും എന്നുള്ളതുകൊണ്ട് മാത്രം 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ AES സ്കൂള് 21 വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ നിയമപ്രകാരം ഒരു കല്യാണപ്രായമായി AES സ്കൂളിന്. പക്ഷേ കുറച്ചുകൂടി പക്വത വരട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കെട്ടിക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അത്തരം കാലഘട്ടത്തിൽ വിജയകരമായി വളർന്ന് മുന്നേറിയ ഒരു ചരിത്രമാണ് AES സ്കൂളിനുള്ളത്. നമുക്കറിയാം, ഈ പുതിയ കാലത്തിൽ സോഷ്യൽ മീഡിയയും ടെക്നോളജിയും ഒക്കെ വളരെ അപ്ഡേറ്റഡായ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സ്കൂളിന് അവരുടെ സ്ട്രെങ്ത്തും അവരുടെ അത് വളർത്തിക്കൊണ്ടുവന്ന് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പരിശ്രമം. AES സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ എല്ലാ രംഗത്തും സപ്പോർട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂളാണ് AES. പഠിക്കുന്നവർ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന LSS USS നേടിയ സ്കൂൾ നമ്മുടെ സബ് ജില്ലയിൽ തന്നെ AES ആണെന്ന് തോന്നുന്നു. അതേപോലെ കലോത്സവങ്ങൾ, സബ് ജില്ലാ കലോത്സവങ്ങളിൽ ഓവറോൾ റണ്ണറപ്പൊക്കെ വർഷങ്ങളായി സ്ഥിരമായി വാങ്ങുന്നു. ശാസ്ത്രോത്സവങ്ങളിലും കായികമേളയിലും മികച്ചു നിൽക്കുന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ പാഠ്യേതര രംഗത്ത് മികച്ചു നിൽക്കുന്ന ഒരു സ്കൂളായിട്ട് തന്നെയാണ് AES മുന്നേറുന്നത്. ഓരോ കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തി അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി വളർത്തിയെടുക്കാൻ ഈ സ്കൂൾ കാണിക്കുന്ന നമ്മുടെ ഇവിടുത്തെ മാനേജ്മെൻ്റായാലും രക്ഷാകർത്താക്കളായാലും ടീച്ചേഴ്സായാലും എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്കൂൾ ഈ രീതിയിൽ വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ കാലത്ത്, എനിക്ക് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് പറയാനുള്ളത്, പേരൻസ് നമുക്ക് പലവിധം ഉണ്ടാവും അല്ലേ. കാരണം ചില പേരൻസ് പുതിയ ഒന്നിനും സപ്പോർട്ട് ചെയ്യില്ല, വിടൂല, കുട്ടികളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ചിലർ അഴിച്ചുവിടുന്നവരുണ്ടാവും. ഇത് രണ്ടിനിടയിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിലെ മാറ്റങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയ കാലത്തിൽ എല്ലാത്തിലും മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ സിനിമയിൽ മാറ്റങ്ങളുണ്ട്, പാട്ടുകളിൽ മാറ്റങ്ങളുണ്ട്, ടെക്നോളജിയിൽ. നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ കളിക്കുന്ന കുട്ടികളോട് അവരോടൊന്നും പറയണ്ട. നിങ്ങൾ ഈ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നിങ്ങളൊരു കഴിവെടുത്താൽ ഇൻസ്റ്റയിലൊന്നും ഇട്. നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടാവും, വരയ്ക്കാൻ കഴിവുണ്ടാവും, ഡാൻസ് കളിക്കാൻ കഴിവുണ്ടാവും, അതല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ കൃത്യമായിട്ട് അതിലിട്ടുകൊണ്ട് 4 അറിയിക്കാൻ ശ്രമിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യുക. അതിനെ ക്രിയേറ്റീവായിട്ട് പേരൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടികളും പേരൻസിൻ്റെ പേര് നിൽക്കും. നമ്മൾ പുതിയ കാലത്ത് നമ്മളിപ്പോൾ പറയും, പുതിയൊരു പാട്ടൊക്കെ വരുമ്പോൾ എന്ത് പാട്ടാണ് ഇത്, പണ്ടത്തെ കാലത്താണ് പാട്ട് എന്ന് പറയും. ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചൊക്കെ ചില ആളങ്ങനെ പറയില്ലേ, പണ്ടുള്ള പ്രണയം, കണ്ണും കണ്ടുകൊണ്ടൊരു പ്രണയമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പറയൂ കത്തുകൾ കൊടുത്തിട്ടുള്ള ഒരു പ്രണയമുണ്ട്. പിന്നെ പറയും നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രണയമുണ്ട്, നേരിട്ട്. അപ്പം ഓരോ കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്നതായിരിക്കും അവർക്ക് മികച്ചത്. നമ്മുടെ കഴിഞ്ഞ തലമുറ ഇപ്പം ജനറേഷൻ ആൽഫ കഴിഞ്ഞു ബീറ്റയിലെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തലമുറ അനുഭവിച്ചതിൻ്റെ സുഖങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി ആയിരിക്കണം എന്നില്ല പുതിയ തലമുറ. അപ്പോൾ അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. ഇപ്പം ഞാനിപ്പോൾ അധികം ആൾ വിമർശിക്കുന്ന ഒരു പാട്ട് കേട്ടു, മറ്റേ ആവേശം എന്നുള്ള സിനിമയിൽ. എന്താണ് ജാട, ഉറ്റ തോഴരെ, ശുദ്ധ മർത്യരെ, എന്താണ് വീണപ്പം പല്ലിളിച്ച കൂട്ടരെ, അവരെ വിളിച്ചിട്ട് അവരോട് പറയാണ്, ഇതാ ഭൂതകാലം മാഞ്ഞുപോയി, ഞാൻ തിരിച്ചു വന്നു, കാനഡ മോനെ എൻ്റെ ജാട എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വീണുപോയോ തിരിച്ചു വരുമ്പോൾ, പണ്ട് ശ്രീകുമാരൻ തമ്പി സാറ് പാടിയിട്ടുണ്ടേത്, അരങ്ങത്ത് ബന്ധുക്കൾ, അവരണിയറയിൽ ശത്രുക്കൾ എല്ലാം പണം നടത്തുന്ന ഇന്ദ്രജാലമാണ് കിളിമകളെന്ന് സങ്കടം പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് കുട്ടികൾ പല്ലിളിച്ച് നോക്കിയവൻ്റെ മുന്നിലേക്ക് ഉയർത്തി വന്നിട്ട് ജാട കാണിക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ പോസിറ്റിവിറ്റിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് തന്നെ നമുക്ക് അടുത്ത പാട്ടിനെ നമുക്ക് പറയാം അവരോട്, എന്ത് മാതാപിതാക്കളെ മാപ്പ്, ഇനി ഉന്നം മറന്നൊരു പോക്ക് എന്ന് പറയുമ്പോൾ അത് പാടില്ല മക്കളെ. കാരണം നിങ്ങൾ ജാട കാണിച്ചവരെ മുമ്പിൽ വീണ്ടും വീണിട്ട് അവർ നിങ്ങളെ നോക്കി പല്ലിളിക്കും എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അംഗീകരിക്കേണ്ടതിനെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ നല്ലതിനെ സപ്പോർട്ട് ചെയ്തും പിടിച്ചു വെക്കണം. നമ്മളിപ്പോൾ
അവരുടെ കൂടെ ഓടിയെത്താൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. പക്ഷേ അവരുടെ തൊട്ട് പിന്നിൽ നമ്മളുണ്ടെങ്കിൽ അവരൊന്ന് വഴിതെറ്റുമ്പോൾ നമുക്ക് കയ്യെത്തും ദൂരം നിന്ന് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ദൂരെ നിന്ന് അവർ പോകുന്ന നോക്കി നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മളും അപ്ഡേറ്റ് ആകുക. കുട്ടികൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ നല്ല വഴിക്ക് നടത്താൻ പറ്റും എന്ന് മാത്രം ഞാൻ എന്നോടും നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല. കേശു വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്, അതായത് മിഞ്ഞാന്ന് ഷൂട്ടിങ്ങിനിടെ ഒരു നല്ല പരിക്കൊക്കെ പറ്റിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത് മാറ്റിവെക്കാതെ ഇവിടെ എത്തിയത് ഞാൻ കേശുവിന് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ കേശുവിൻ്റെ കൂടെ ഒരു ഉപ്പുമുളകിൽ അഭിനയിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയതിൻ്റെ സന്തോഷം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നല്ല ചവിട്ടൊക്കെ കിട്ടിയിട്ട് നാട്ടുകാർ പറഞ്ഞിരുന്നു എന്നോട്, ആ കേശുവിനെ ഒന്ന് കാണണം, നമ്മളെ നാട്ടുകാരെ ചവിട്ടിയിട്ട ആളെന്നൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും കേശുവിനൊന്നും ചെയ്യണ്ട, നല്ല പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് കേശുവിന് നമ്മൾ വളരെ സ്നേഹത്തോടെ ഈ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നാട്ടിലേക്ക് കേശു വന്നതിൽ ഒരുപാട് സന്തോഷം കുട്ടികൾക്കും രക്ഷിതാക്കൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ശ്രീ സുഹൈൽ കെ, ഉദ്ഘാടകൻ ഉപ്പുമുളകും ഫെയിം, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരായ പ്രത്യേകിച്ച് കുടുംബ സദസ്സുകളിൽ ഓരോ വീട്ടുകാരുടെയും ഹൃദയത്തിൽ ഇടം നേടിയ കേശു എന്ന് നമ്മൾ ഓമനപ്പേരിൽ അറിയുന്ന ശ്രീ അൽസാബിദ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ചന്ദ്രൻ കല്ലാട്ട്, ബഹുമാനപ്പെട്ട അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK അനിൽകുമാർ, ബഹുമാനപ്പെട്ട സൗത്ത് സബ് ഡിസ്ട്രിക്ട് AEO ശ്രീ സുജി സർ, അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ വേദിയിൽ ഉപവിഷ്ടരായ ആദരണീയരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ 21ാം വാർഷിക ദിനാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മുഴുവൻ മക്കളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വർഷവും ഈ ആനുവൽ ഡേ ആഘോഷിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും, വർത്തമാനകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കൾ ഓൺലൈൻ ഗെയിമിലൂടെയും ഓൺലൈൻ ബന്ധങ്ങളിലൂടെയും ബന്ധനസ്ഥരായിക്കൊണ്ടേയിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സാമൂഹ്യബോധവും സാംസ്കാരിക മൂല്യവുമുള്ള തലമുറയായി മാറ്റിയെടുക്കുന്നതിൽ ഇതുപോലെയുള്ള ആഘോഷങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ഈ വാർഷിക ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. എന്തു തന്നെയായാലും മൊബൈലിൽ എഡിക്റ്റായി നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യങ്ങളെ, യൗവനങ്ങളെ ഈ സമൂഹത്തിൻ്റെ സ്വത്തായി ഉയർന്ന ശിരസ്സോടെ നല്ല ബുദ്ധിയിലൂടെ നിവർന്ന നട്ടെല്ലുകളോടെ നല്ലൊരു തലമുറയെ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട്. അതിനുള്ള എളിയ സംരംഭമായി ഈ ആഘോഷത്തെ കണ്ട് വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ അധ്യയന വർഷകാലത്തെ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത വിവരമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഈ റിപ്പോർട്ട് പൂർണ്ണമാകണമെന്നില്ല, എങ്കിലും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിലേക്ക് കടക്കുകയാണ്. അഞ്ചരക്കണ്ടി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ ഏകദേശം 200 കുട്ടികളുമായി ആരംഭിച്ച AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇന്ന് 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിരന്തരമായ പരിശ്രമത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ സഹകരണത്തിൻ്റെയും ഫലമായിട്ടാണ്
വിദ്യാലയം ഈ നിലയിലേക്ക് വളർന്നു വന്നത്. ഓരോ കുട്ടിയെയും ഓരോ യൂണിറ്റായി പരിഗണിച്ചുകൊണ്ട് കുട്ടികളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഗുണമേന്മയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ രീതിയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടപ്പാക്കി വരുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമെന്നോണം 2015 നമ്മുടെ വിദ്യാലയത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു. ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ പാഠ്യേതര രംഗങ്ങളിൽ അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ അധ്യയന വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് LSS നേടിക്കൊടുത്തുകൊണ്ട് സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ 31. കണ്ണൂർ സൗത്ത് സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് LSS സ്കോളർഷിപ്പ് ലഭിച്ചത് AESലെ വിദ്യാർത്ഥികൾക്കാണ്. USS 6 കുട്ടികൾ നേടിയിരിക്കുന്നു. ഈ അധ്യയന വർഷം സബ് ജില്ലാ കലോത്സവത്തിൽ LP വിഭാഗം ചാമ്പ്യൻഷിപ്പും UP വിഭാഗം ഫസ്റ്റ് റണ്ണറപ്പുമായി നമ്മുടെ സ്കൂൾ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. കൂടാതെ ജില്ലാ തലത്തിൽ 5 ഇനത്തിൽ A ഗ്രേഡും 2 ഇനങ്ങളിൽ 3ാം സ്ഥാനവും നേടിക്കൊണ്ട് കണ്ണൂർ സൗത്ത് ജില്ലയുടെ പോയിൻ്റ് നിലയിൽ നിർണായക പങ്ക് വഹിക്കാൻ AESന് സാധിച്ചു എന്നുള്ളതും അഭിമാനാർഹമായ കാര്യമാണ്. സബ് ജില്ലാ ശാസ്ത്രമേളയിലും മികച്ച വിജയം കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്രമേളയിൽ UP വിഭാഗവും LP വിഭാഗവും ഫസ്റ്റ് റണ്ണറപ്പ്. ഇന്നലെ തലശ്ശേരിയിൽ വെച്ച് നടന്ന സൗത്ത് സബ് ജില്ലാ സ്പോർട്സ് മീറ്റിൽ AESലെ ചുണക്കുട്ടികൾ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വിവരം ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. പാഠ്യേതര വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വിവിധ ക്ലബ്ബുകൾ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദി 2024-25 വായനാദിനത്തിൻ്റെ ഭാഗമായി സ്കൂൾ തലത്തിലെ വിജയികളെ സബ് ജില്ലാ തലത്തിൽ മത്സരിപ്പിച്ചപ്പോൾ UP വിഭാഗം വായനാ ക്വിസിൽ 1ാം സ്ഥാനവും LP വിഭാഗത്തിൽ 3ാം സ്ഥാനവും AESന് ലഭിച്ചിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ സബ് ജില്ലാ സ്ഥാനത്തിൽ 1ാം സ്ഥാനം നേടി ആ വിദ്യാർത്ഥിയെ ജില്ലാ തലത്തിലേക്കും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മികച്ച വ്യക്തിത്വത്തിനുള്ള സേവന സന്നദ്ധരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിനായി സ്കൗട്ട്, ഗൈഡ്സ്, കബ്ബ്, ബുൾബുൾ, JRC തുടങ്ങിയ യൂണിറ്റുകളിൽ 160ഓളം കാഡറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുൻ വർഷങ്ങളേക്കാൾ മികച്ച വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ശനിയാഴ്ചകളിലുമായി LSS USS പരിശീലനം നടത്തി വരുന്നു. അതേപോലെ പഠനത്തിൽ പ്രയാസം നേരിടുന്ന കുട്ടികൾക്കായി എല്ലാ ദിവസവും വൈകുന്നേരവും അധിക ക്ലാസുകൾ നൽകി വരുന്നുണ്ട്. എല്ലാ ദിവസവും നടത്തുന്ന മോർണിംഗ് അസംബ്ലി കുട്ടികളുടെ വ്യക്തിത്വ വികസനം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ചിത്രകല, നൃത്തം, സംഗീതം എന്നിവയ്ക്ക് പുറമെ കുട്ടികളിൽ ആത്മവിശ്വാസവും ധൈര്യവും കൂട്ടുന്നതിനായി കരാട്ടെ പരിശീലനവും നടത്തി വരുന്നു. ഇങ്ങനെ കൃത്യവും നിരന്തരവും ചിട്ടയോടു കൂടിയതുമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെ ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 48 ഇനങ്ങളിലായി 800ഓളം കുട്ടികളെ വേദിയിൽ എത്തിച്ചുകൊണ്ടുള്ള ഇന്നത്തെ വാർഷികാഘോഷവും നടത്തുന്നത്. ഇതുവരെ അതായത് AESൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും AESന് എല്ലാ സഹായം ചെയ്തു തരുന്ന മാനേജ്മെൻറ്റും PTA-യും അതുപോലെ ഐക്യവും അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുമാണ് AESൻ്റെ എല്ലാ വിജയത്തിൻ്റെയും പിന്നിലെന്ന് ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ നൽകിയ സഹായ സഹകരണങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഇതേ സഹകരണം തുടരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി. Our inauguration will be done by our chief guest, Master Al Sabit.
We are truly honored to have with us the talented master Alsabeth, known for his charming role as Keshu in Uppumolak. His incredible talent has won the hearts of many, and we are privileged to have him here with us today. We invite you, Alsabeth, for the inaugural ceremony. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, പിന്നെ നമ്മുടെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പേരൻസ്, പിന്നെ നമ്മുടെ എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മക്കളുടെ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്താ? ആഹാ, എനിക്ക് വയ്യ. എടുത്താണോ എന്നറിയാം. ഈ വർഷത്തിൽ ഈ ഫെബ്രുവരി തീരുന്നിടം വരെയെങ്കിലും അത് കൊണ്ടുപോകണേടാ. അതൊക്കെ മതി. കാരണം ചേട്ടൻ എന്നെ വിട്ടത് എല്ലാ തവണയും എടുക്കും. ആദ്യത്തെ ഒരു മാസം എങ്ങനെയൊക്കെയോ പോവും, അത് കഴിഞ്ഞ് പിന്നെ ദോ പോണ്. മകളെല്ലാവരും നന്നായിട്ട് പഠിക്കണൊക്കെ ഉണ്ടോ? മാർച്ചൊക്കെ ആവാൻ പോണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠിത്തം മാത്രമല്ല, നമ്മുടെ ഇതേപോലത്തെ കലാകായിക മത്സരങ്ങളിലും എല്ലാവരും പങ്കെടുക്കണം. ഓക്കെ അല്ലേ? ഇന്ന് നമ്മുടെ സൂലേട്ടനാണ് ഞാനിവിടെ വരാൻ പ്രധാനമായിട്ട് കാരണം. നമ്മുടെ ഈ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക്, എൻ്റെ 21st ആനുവലിലേക്ക് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചത് നമ്മുടെ സൂലേട്ടനാണ്. അപ്പോൾ അതിന് ഞാനിവിടെ സൂലേട്ടന് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അണ്ണാ, താങ്ക് യു. പിന്നെ ഈ മനുഷ്യൻ ഞങ്ങളുടെ ഉപ്പുമുളകിൽ ഒരു ദിവസം ഒന്ന് അഭിനയിക്കാൻ വേണ്ടി വന്നായിരുന്നു. ഞങ്ങളന്ന് വളരെ സ്നേഹത്തോടെ എന്ന് കൈയും കൊടുത്ത് ജസ്റ്റ് ഒന്ന് കാലിന്ന് ജസ്റ്റ് ഇങ്ങനെ തള്ളി ഒന്ന് വിട്ടായിരുന്നു. സംഭവമില്ല, ഞങ്ങൾ തല്ലി നിങ്ങളെയാണ് ശരിക്കും പറഞ്ഞ കുറ്റം പറയേണ്ടത്. നിങ്ങൾ നാട്ടുകാർ 2 അടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വന്ന് തല്ലണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ഇനി ഇവിടുന്ന് കണക്കിന് കൊടുത്ത ഒരു കുഴപ്പമില്ല. നിങ്ങൾ എനിക്കിട്ട് വെച്ചല്ലേ. പിന്നെ ഞാനിവിടെ കയറി വന്നപ്പോൾ നമ്മുടെ ഉമ്മമാരും പിള്ളേരും ഒക്കെ ചോദിച്ചായിരുന്നു, ഇതെന്ത് പറ്റിയതാണെന്ന്. സംഭവമൊന്നുമില്ല മക്കളെ, നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് ആയിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. കനകാൻ്റിയുടെ പുറകെ പോയി മതിലെടുത്ത് ചാടി ഷൂട്ടിനകത്ത്. ശ്രദ്ധിക്കണം, മതിൽ ചാടി ഷൂട്ടിൽ. ഓക്കെ, വേറൊന്നും തെറ്റിദ്ധരിക്കരുതാണ്, ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഷൂട്ടിൽ മതിലെടുത്ത് ചാടിയപ്പോൾ അവിടെ ഒരു മുളയുടെ ചീള് കിടന്ന് അത് കയറി കുറച്ച് ചോര വന്ന് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്നെ എല്ലാവരും കൂടെ പൊക്കി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ചേട്ടാ ഡ്രസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു സ്റ്റിച്ച് ഇപ്പം ശരിയാക്കി തരടാ, 2 സ്റ്റിച്ച് ഇപ്പം ശരിയാക്കി തരടാ, 3 സ്റ്റിച്ച് ഇട്ടായിട്ട് പറഞ്ഞ് ഓക്കെ പിന്നെ കുഴപ്പമില്ല പൊക്കോളെ. അങ്ങനെ അവസാനം 3 സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഇതായി നിൽക്കണത്. കണ്ടാ തോന്നൂടാ 3 സ്റ്റിച്ച് ഉണ്ടെന്ന്. അയ്യടാ. അപ്പോൾ മകളടാ, എല്ലാവരുടെയും പ്രോഗ്രാംസൊക്കെ നന്നായിട്ട് നടക്കട്ടെ. പിന്നെ എൻ്റെ അമ്മയും കുറേ കുരിപ്പുകളും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് എനിക്കിപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് നീ പാട്ട് പാടിയിട്ട് പോകണം, പിള്ളേരുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട്. അണ്ണാ സുഖിലണ്ണ, നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ ആ ഗേറ്റ് ഒന്ന് അടച്ചിടൂ. ഞാൻ പാട്ട് പാടി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒരു എണീറ്റ് ഓടുന്ന കാലമാണ്. മകളെ സഹിച്ചോണേ. ഓഹോ, പാട്ട് പാടുമ്പോൾ കൂടെ പാടുമോ? എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി കൂകും നേരം, കുഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമയുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ പറിച്ചു നടക്ക, കാറ്റിൻ പാദസ്വരങ്ങൾ കേൾക്ക, കാറ്റിൻ മഞ്ചാടി കുഞ്ഞിലേറാ. ചന്ദന കിണ്ണം പുന്നമടക്കായലിനെ, കുഞ്ഞിളം കയ്യിലല്ലേ കോരിയെടുക്കാൻ വാ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിനെ, കുഞ്ഞിളം കയ്യിലല്ലേ കോരിയെടുക്കാൻ വാ. താങ്ക് യു.
AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികാഘോഷ ചടങ്ങിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ PK സുഹൈൽ, ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ധന്യമാക്കിയ ഉപ്പും മുളകും ഫെയും മാസ്റ്റർ അൽസബിത്ത് കേശു, ഇവിടെ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള ഒട്ടേറെ വിശിഷ്ട വ്യക്തികളുണ്ട്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ CK അനിൽകുമാർ, അതുപോലുള്ള വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാവരുടെയും പേര് സമയക്ലിപ്തത മൂലം ഇവിടെ പറയണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള AEO ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചു കൂട്ടുകാരെ, AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 21ാമത് വാർഷികം അതാണിവിടെ ഇന്ന് ഉച്ച മുതൽ നടന്നു വരുന്നത്. ഒട്ടേറെ കുട്ടികളുടെ കലാപരിപാടികൾ ഇതിനകം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും ഇനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് പ്രിൻസിപ്പലും മറ്റ് ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. അല്പം ചില കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടികളുടെ പരിപാടികളൊക്കെ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ വിസ്മയിച്ചു പോയി. പ്രൊഫഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നതിലും ഭംഗിയായിട്ട് എത്ര നന്നായിട്ടാണ് നമ്മുടെ മക്കൾ അവതരിപ്പിച്ചത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പഠനത്തിൽ മാത്രമല്ല മറ്റെല്ലാ രംഗങ്ങളിലും കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ. ആ കഴിവ് കണ്ടെത്തി തേച്ചുമിനുക്കി പരിപോഷിപ്പിക്കുകയാണ് ഈ വിദ്യാലയത്തിനകത്ത് ചെയ്യുന്നത്. ഇവിടെ രമാവതി ടീച്ചർ പറഞ്ഞതുപോലെ സ്കൂൾ അക്കാദമിക് തലങ്ങളിൽ മാത്രമല്ല പാഠ്യേതര രംഗങ്ങളിലടക്കം വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വളരെ തീർച്ചയാണ്, നിങ്ങളുടെ എല്ലാ മക്കളെ അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ മക്കളുടെ എല്ലാ കഴിവുകളും ഈ വിദ്യാലയത്തിൽ നിന്ന് പരിപോഷിപ്പിക്കുകയാണ്. നാളെ ഒരു പക്ഷേ ആര് കണ്ടു, ഇവിടെ ഇരിക്കുന്ന ഈ കലാകാരനെ പോലെ, ഉപ്പും മുളകിലെ നമ്മുടെ പ്രിയപ്പെട്ട കേശുവിനെ പോലെ എത്രയോ കേശുമാർ ചിലപ്പോൾ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ കേശു നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ വലിയ ആരവമാണ് ഉയർന്നത്. കല എത്രമാത്രം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു അത്. ഉപ്പും മുളക് എന്ന് പറയുന്നത് കേവലം ഒരു സീരിയൽ എന്നുള്ള നിലയിൽ മാത്രമല്ല ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അക്ഷരാർത്ഥത്തിൽ ഉപ്പും മുളകിൻ്റെയും ധർമ്മം എന്താണോ അത് തന്നെയാണ് ഓരോ കുടുംബത്തിനകത്തും ഈ ഉപ്പും മുളകും നിർവഹിക്കുന്നത്. ഉപ്പും മുളകും ഇല്ലാതെ നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. അതുപോലെ കേരളീയ സമൂഹത്തിലെ കുടുംബത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സീരിയലായിട്ട് ഉപ്പും മുളകും മാറിയിട്ടുണ്ട്. ആ ഉപ്പും മുളകിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കേശുവിനെ വളരെ ഭംഗിയായിട്ട് തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ചതിൻ്റെ അംഗീകാരമാണ് കേശു ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഉയർന്നിട്ടുള്ള ആരവം. അപ്പോൾ അതുപോലെ നിരവധി കലാകാരന്മാർ നമ്മുടെയൊക്കെ
ഇടയിലുണ്ട്. അവരെല്ലാം ഇതുപോലെ ഉയർന്നു വരിക തന്നെ ചെയ്യും. വേണ്ട രീതിയിൽ അവർക്ക് പരിശീലനം നൽകിയാൽ അത്തരത്തിലുള്ള പരിശീലനമാണ് പഠനത്തോടൊപ്പം ഈ സ്കൂളിലും നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം, നിങ്ങളുടെ മക്കളെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ AES എന്ന് പറയുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനം തെറ്റിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. दीप्ता रतीश, देवांगना के, दिया अनिल, हनीना परवीन, ईशानी जी, मयुक्ता दिनेश, देवा विजेश, निरंजना के, निरंजना पी, थैंक यू सर. फ़र्स्ट ആനുവൽ ഡേ ആഘോഷിക്കുകയാണ് അഞ്ചരക്കണ്ടിയിലെ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനം AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഇന്നത്തെ ഈ സായാഹ്നത്തിലെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സുഹൈൽ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. മറിമായം സിനി ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ് നമ്മുടെ സുഹൈൽ. പക്ഷേ കേശു ഉപ്പും മുളകും ചേർത്ത് മധുരം പകരുമ്പോൾ നമ്മുടെ ഈ മുല്ലയെ മറന്നുപോയോ എന്നെനിക്കൊരു സംശയം. സുഹൈലും സീരിയൽ താരമാണ്. തീർച്ചയായും ഇന്നത്തെ വിശിഷ്ടാതിഥി കേശു തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് കൂടി ഈ ചടങ്ങിന് എത്തിച്ചേർന്നു. പത്തനംതിട്ടയിൽ ഒരു സാധാരണ കുടുംബത്തിൽ കുട്ടിയായി സീരിയൽ രംഗത്തേക്ക് വന്നപ്പോൾ ആ ഒരു കുടുംബത്തെ മികച്ച നിലയിലേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് കേശു എന്ന ഈ ചെറിയ കുട്ടി അവൻ്റെ കലാവാസനയിലൂടെ, കലാപ്രതിഭയിലൂടെ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യം കൊണ്ടാണ് എന്ന് ഞാനിവിടെ ഓർക്കുകയാണ്, പറയുകയാണ്. അതുപോലെ ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് ഉൾപ്പെടെയുള്ള AEO സാർ ഉൾപ്പെടെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിലും പരിസരത്തുമായി ഇതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ചടങ്ങിൽ ഇന്നത്തെ ഈ ആനുവൽ ഡേ ഇത്രയും മനോഹരമാക്കുന്നതിൽ ഏറെ കാലമായി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികമാർ, അതുപോലെ ഈ ചടങ്ങിൽ തങ്ങളുടെ കലാവാസന പ്രതിഭകൾ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പിഞ്ചു മക്കളെ, സഹോദരി സഹോദരന്മാരെ, കല മറ്റെന്തിനേക്കാൾ കൂടുതൽ സുന്ദരമാണ്. പാഠ്യവിഷയങ്ങൾ അല്പം ഒരു മടുപ്പുളവാക്കുന്നതാണ്. പക്ഷേ കലാകായിക വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നമുക്ക് താല്പര്യവും സുന്ദരവുമാക്കുന്ന വിഷയങ്ങൾ. തീർച്ചയായും ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ നമ്മളിൽ ഉറഞ്ഞു കിടക്കുന്ന കഴിവുകൾ ഏത് രീതിയിലുള്ളതായാലും പാഠ്യാനുബന്ധ രംഗത്ത് നമ്മുടെ കഴിവുകൾ ഉണർത്താനും വളർത്താനും ഇതുപോലുള്ള ആനുവൽ ഡേ സഹായിക്കും, ഉറപ്പാണ്.
ഈ സ്ഥാപനം അതിൻ്റെ ആരംഭഘട്ടം തൊട്ട് വളരെ കൂടുതൽ ബന്ധപ്പെടുന്നൊരു വ്യക്തി എന്ന നിലയിൽ, കാരണം AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആദ്യകാലത്തെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എൻ്റെ മകൻ. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ PTA ഭാരവാഹിയാവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്നു തൊട്ട് ഇന്നോളം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച നേരിൽ കാണാൻ സാധിച്ചിട്ടുമുണ്ട്. തീർച്ചയായും 21 വർഷം ഇങ്ങനെ ഒരു സ്ഥാപനം വളർന്നു വന്നു അതിൻ്റെ യൗവനത്തിൽ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ടും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ സ്ഥാപനം സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഇന്ന് ഇവിടെ കലാപ്രകടനങ്ങൾ നടത്തുന്ന മുഴുവൻ പ്രതിഭകൾക്കും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ പാഠ്യാനുബന്ധ വിഷയങ്ങളിൽ തങ്ങളുടെ പ്രതിഭ തെളിയിച്ച, മികച്ച നേട്ടങ്ങൾ കൈവരിച്ച, സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ എല്ലാ മക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. Now we continue with LSS scholarship winners. Next, Punya K. Punya. Sandhya M. Arjit Sudhir. Arush S. Ashmit Priyesh. Ahmad Bilal. Arnav Nikhil. Arnav Nikhil. Atik C. Atik C. Avyukt Madhu. Avyukt Madhu. Ishan S. Mohammed PC. Mohammed Zain Aflah. Shivtej Biju. Vishwesh A. Vishwesh A. Aishwarya Amit. Aishwarya Amit. Safa Fatima AK. Andrea Premarajan. Now we request you to distribute mementos to all Revenue District Kalolotsav winners for the academic year 2024-25. In English speech, Anoki A. Anoki A of 7th standard. Has seconded A grade. Anoki K. For English speech, A grade in the Revenue District Kalolotsav. Next, Aira Meher has seconded. Aira Meher has seconded A grade in Arabic recitation and also in Urdu recitation. Aira Meher. Thank you, sir. As our esteemed education officer, Sri N. Sujit, AEO Kannur South Sub-District, provides invaluable advice and direction in both curricular and co-curricular activities. Sir, we warmly invite you to deliver an inspiring speech and to grace the occasion by joining us in the prize distribution ceremony. We invite you, sir. ഈ ചടങ്ങിൻ്റെ ഏറെ ആദരണീയനായ അധ്യക്ഷൻ നമ്മുടെ ചീഫ് ഗസ്റ്റ് കേശു,
വേദിയിലുള്ള ശ്രീ ചന്ദ്രൻ കല്ലാട്ട്, അനിൽ മാഷടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, അത്രയും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, AES സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം കേരളത്തിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെ നോക്കി കൊതിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ 5-8 വർഷമായി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നുള്ള ഒരു യജ്ഞം വന്നപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ, അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, എയ്ഡ് ആയിക്കോട്ടെ, അൺഎയ്ഡഡ് ആയിക്കോട്ടെ, ഭൗതിക സാഹചര്യം കൊണ്ട് ഏറെ മെച്ചപ്പെട്ട വിദ്യാലയങ്ങളായി മാറുന്ന സ്ഥിതി കാണുകയാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അങ്കണത്തിലാണ്. ഒരു പൊതുവിദ്യാലയം എത്രത്തോളം മനോഹരമാണ്, എത്രത്തോളം ആകർഷകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഞ്ചരക്കണ്ടി AES സ്കൂളിൻ്റെ വാർഷികത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യരെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, അധ്യാപികമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും കുറേ ചടങ്ങുകളുടെ ബാക്കിയുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ പ്രസംഗം നടത്തി നിങ്ങളെ ഇപ്പോൾ തന്നെ കസേല കുറേ ഒഴിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഈ പരിപാടിയിൽ ഒട്ടേറെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഇന്ന് സന്തോഷത്തിൽ, നിങ്ങളേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് എല്ലാവരും കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും അതുപോലെ എൻ്റെ സഹപ്രവർത്തകന്മാരും പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. From first standard, first proficiency goes to Atmika C and the cash award sponsored by Janila ma'am in memory of our grandfather Sri K.K. Kunjiravan Nair and grandmother P.P. Parvati Amma. And we have many sponsors for that. Second place, Tamburu Mukesh. Cash award sponsored by Regula ma'am in memory of her father-in-law, Sri Janardhan Komat, retired Army Munderi. Now, second place goes to Azra Mariam Farooq. Cash award sponsored by Sri Sunil Kumar Oasis Automobiles, Odathil Peliga. Third place, Shivangi P. Award sponsored by AES Pito Urmila D in memory of her father Sri Premarajan D. Now from second standard, first place goes to Sri Lakshmi TK. Cash award sponsored by Cash award sponsored by Srimati Regula, PTA Executive, mother of Andev PV Second C in memory of his grandfather Sri Nanu Nair. Second place, Adar S. Cash award sponsored by Sijina C, mother of Anavadya 7C and Adya 4th standard in memory of their grandmother Srimati Chaladan Yashoda. Third place goes to
Alamkrita Prashant Keshava, sponsored by Srimati Sijisha KK, mother of Vedika KK 6A. Now from 3rd standard, first place goes to Srinanda Reno. Second place, Danvika Premjit. Third place, Fatimat Ain Zarli. All the prizes are sponsored by Sri Santosh Kumar PK, father of Shivangi P. First standard, in memory of his father, Sri Kolat Kunjiraman Nair, retired overseer. Now from 4th standard, first place goes to Anshik K. Keshava, sponsored by Jasmita Ma'am, in memory of her mother, Srimati Dakshayani MB. Second place, Adya P. Keshava, sponsored by Shivanya Suraj 7C, in memory of her grandfather, Sri K.V. Mugundan, retired Indian Army. Third place goes to Yedunandu P. Keshava, sponsored by Lamia, mother of Karthika LKGC. Now from 5th standard, first place goes to Vishwe K. Second place, Shivatej Biju. Third place, Arjit Sudeep. All the prizes are sponsored by Shivi Ma'am, in memory of her father, Sri K.K. Kumaran, and mother, Srimati Savitri P. From 6th standard, first place goes to Fatimatul Minha, and the cash award sponsored by Salina Ma'am, in memory of her mother, Srimati Dele Kandi Rohini, and father, Sri Rayan Kandi Kumaran. And second place, Arjunan cash prize sponsored by Reena Ma'am. Third place, Aira Meher, cash prize sponsored by Sheila Ma'am. Now from 7th standard, first place goes to Anavadya P. Cash award sponsored by Mr. Suhil PK, PTA President, in memory of his father, A.V. Abdullah Maulavi. Second place goes to Shivanya Suraj. Third place, Arjit Chitran. Both the prizes are sponsored by Sri Ramachandran Sir, our former principal, in memory of his father, Sri Chandu Master, and mother, Madhavi Amma. Thank you, sir. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ സുഹൈൽ PK ഈ സായാഹ്നം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഉപ്പുമുളകിലെ കേസ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, നമ്മുടെ AES സ്കൂളിൻ്റെ 21ാം വാർഷികം ആഘോഷിക്കുന്ന ഈ നിമിഷം വളരെയധികം സന്തോഷകരമായൊരു ദിവസം തന്നെയാണ്. എല്ലാവരും നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോഴുള്ള ഈ വിദ്യാഭ്യാസത്തിലുപരി കായിക മത്സരങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് വാങ്ങുന്ന കുട്ടികൾക്ക് ഇനിയും അവർ ഉയർച്ചയിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. So we request you to distribute the prizes. From LKGA, first place goes to Mohammad Pizanti. Cash award sponsored by Sri Srinivasan KC, Director AES, in memory of his father, Sri Puttalat Kunjambu Nair, and mother, Srimati KC Parvati Amma. Second place, Nyomi D. Delish. Cash award sponsored by Srimati Vidyaraj, PTA Executive Member, mother of Sandy Sijuti 6A. Now from LKGB, first place, Srivya Vijay. Second, Heifa Hamsa KM.
Both the prizes are sponsored by Ramadevi APM, our principal in memory of her father, Sri K.C. Kunjabu Nabia, and mother, Srimati Omanamma from LKGC. First place goes to Indranil Das. Second place, Nitanya Ullas. Both the prizes are sponsored by Sri Lamia, mother of Karthika, LKGC. From LKGD, Shivadmika KK. Cash award sponsored by caller Dina ma'am in memory of her brother Sri Baburam. Second prize, Fancy PP. Cash award sponsored by Shavana M. Mother PTA, mother of Iva Zaina, standard in memory of her father Sri Ahmed. From LKGE, first place, Gyana CK. Cash award sponsored by Sahija ma'am in memory of her father Sri P. Bhaskaran. Second place, Nithani Nishant. From UKG, first prize, Dhyana Darshmi. Cash award sponsored by Sri Ranjit, father of late Ranjit, 7th in memory of his grandmother Srimati Nalini. Second place, Manamayathili. Cash award sponsored by Sri Sachit Kumar, father of Manu KK, 7th in memory of his grandmother Srimati Shekaran Yashoda. From UKGB, first place, Hasana Arif. Cash award sponsored by Advocate Ajit Kumar, AES treasurer in memory of his father Sri M.M. Nikanan, former AES treasurer and mother Srimati Saraswati teacher, retired JJEHS. Second place, Ajwa Fatimati. From UKGC, first place, Triloknath K. Cash award sponsored by Rajna ma'am in memory of her father Sri P.T. Ravindran, retired JS. Second place, Srihan C. Cash award sponsored by Sri Anish Babu C. Former manager AES English Medium School in memory of his father Sri Anand Bharmanan and mother Srimati Changat Shanta. From UKGD, first place, Mania Vijay. Cash award sponsored by Rama ma'am in memory of her father Sri Kotraj. Second place, Sriyan Raj TP. Thank you, sir. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഏതായാലും ഈ സമയം ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള സമയമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും എല്ലാവരും കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയാണ് മുന്നിൽ അക്ഷമരായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദസ്സിൽ കുറേശ്ശെ ബഹളങ്ങളും തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ തന്നെ ഈ പരിപാടിക്കും അതേപോലെ AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. For Urdu registration, Ira Ramon, A grade in the Revenue District Council. Please everyone clap when the children receive their prizes. Okay, now Tiruvadira or Tiruvadira God, A grade Revenue District Council as well. So the team members are Kirtika DC, Anvia, Sri Parvati, Sri Satyavika Giresh, Shivada, Neva, Sanvi and Shika.
Once again, we request everyone to clap their hands. വളരെ സന്തോഷപൂർവ്വത്തോടുകൂടിയാണ് ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആനുവൽ ഡേ ആഘോഷിക്കുന്നത്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ തലത്തിൽ വരെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് AES ഇംഗ്ലീഷ് മീഡിയവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ അമ്മയാണെങ്കിൽ മകളാണ് AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് തന്നെ പറയാം. ഇത്രയും ആത്മബന്ധത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമ്പസിൽ നമ്മുടെ 2 വിദ്യാലയവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളും അതുപോലെ തന്നെ മക്കളുടെയും ആത്മാർത്ഥമായ ആ സഹകരണം മാത്രമാണ്. അതുപോലെ തന്നെ അധ്യാപകരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷം തുടർന്നും ഇവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എല്ലാ മക്കളെയും അടുത്ത വർഷം ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും അതോടൊപ്പം ഈ പരിപാടികൾക്ക് ആത്മാർത്ഥമായി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Patriotic music, Chelsea Grade, Aina Mehak, Neva, Shani, Tanmaya, Mayuga, Arshi, Adilakshmi. പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളെ, നാട്ടുകാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, പ്രസംഗം കേട്ട് നിങ്ങളൊക്കെ മുഷിഞ്ഞിരിക്കുകയാണ്. അത്രയും വേഗത്തിൽ ഈ പൊതുപരിപാടി മുഴുവിപ്പിച്ച് കലാപരിപാടിയിലേക്ക് കടക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം പറയുകയാണ്. നിങ്ങളോടൊപ്പം ഞാനിവിടെ 12 വർഷം പ്രിൻസിപ്പളായി മഹാഭൂരിഭാഗം ആളുകൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. 2008 മുതൽ 2020 വരെ ഞാനിവിടെയുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ ഉയർച്ചയിൽ ഈ രീതിയിൽ ഇന്ന് വിദ്യാലയം ഇവിടെ മുൻപേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഈ വിദ്യാലയം സബ് ജില്ലയിലും ജില്ലയിലും തന്നെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാലയങ്ങളിലൊന്നായി ഉയർന്ന് തലയെടുപ്പോടെ നിൽക്കുന്നതിൽ അത് ഈ കഴിഞ്ഞ കാലം 10-21 വർഷക്കാലം ഒരു ദീർഘമായ പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഞാൻ സൂചിപ്പിച്ച 12 വർഷം എൻ്റേതായ എളിയ സംഭാവന ഉണ്ടായിട്ടുണ്ട്. 2008 ഞാനിവിടെ വന്ന് നമ്മുടെ ഈ വിദ്യാലയത്തിന് ഗവൺമെൻറ് അംഗീകാരം കിട്ടുന്ന 2015 ആ 7 വർഷം കുറേയൊക്കെ പ്രയാസം നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനതിവിടെ വിശദീകരിക്കല്ല. 2015 ശേഷമാണ് അംഗീകാരം കിട്ടിയപ്പോഴാണ് നമുക്ക് മറ്റ് വിദ്യാലയങ്ങളുമായി കലോത്സവമാവട്ടെ, ശാസ്ത്രമേളയാവട്ടെ, അതുപോലെയുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. സ്കൗട്ടും ഗൈഡ്സും
കുറേ കൂടി ചെറിയ കുട്ടികളുടെ കബ് ബുൾബുൾ, ജൂനിയർ റെഡ് ക്രോസ് ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ എല്ലാമുള്ള അധികാരം നമുക്ക് കൈവരുന്നത് അങ്ങനെയാണ്. അങ്ങനെ 2015 ശേഷം വെച്ചടി നമ്മൾ മുന്നേറുകയായിരുന്നു. 2015 ശേഷമാണ് ആരാണിത് ഈ സൗത്തിൽ ഒരു AES സ്കൂൾ എന്നുള്ള രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നുള്ളതൊരു സത്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സബ് ജില്ലാ തലത്തിൽ, സബ് ജില്ല എന്ന് പറയുന്നത് നമുക്കറിയാലോ 5 പഞ്ചായത്താണ്. ആ വിശാലമായ പ്രദേശങ്ങളിൽ 80-ലേറെ വിദ്യാലയങ്ങളിൽ 1-ാം സ്ഥാനമായി കലോത്സവത്തിൽ LP UP അത് ലഭിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ശാസ്ത്രമേളയും IT മേളയും വർക്ക് എക്സ്പീരിയൻസും എല്ലാം അങ്ങനെ അതൊരു സ്ഥിരം പരിപാടിയായി നിൽക്കുകയാണ്. ചില വർഷങ്ങളിൽ ഫസ്റ്റ് പ്ലേസിന് പകരം റണ്ണറപ്പാവും ഏതെങ്കിലും, അത്രയേ ഉള്ളൂ. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സ്പോർട്സ് മീറ്റിൽ LP UP ഓവറോൾ ചാമ്പ്യന്മാരാണ്. ആ രീതിയിൽ അംഗീകാരം ഈ വിദ്യാലയത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ അംഗീകാരമുണ്ട്. ഇവിടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയും ഓവറോൾ ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കുറേ കൂടി നല്ല നിലയിൽ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് തീർച്ചയായും ഇവിടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ ഇവിടെയുള്ള അധ്യാപകരുടെ വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനമാണ്. വളരെ കപ്പാസിറ്റിയുള്ള കഴിവുള്ള അധ്യാപകർ, അതുപോലെ തന്നെ അനധ്യാപകർ, എല്ലാം കൊണ്ടും അവരോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾ, അതുപോലെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പരിണതപ്രജരായിട്ടുള്ള മാനേജ്മെൻറ്റുകൾ, ഇവരുടെയൊക്കെ കൂട്ടായ്മയാണ് ഈ വിദ്യാലയത്തിന് അഭിവൃദ്ധി ഉണ്ടാവുന്നത്. എൻ്റെ പ്രിയം നിറഞ്ഞ കുട്ടികൾ, ഇതെല്ലാം നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തി, രക്ഷിതാക്കളും പ്രയോജനപ്പെടുത്തി ഈ വിദ്യാലയം ഇനിയും വളരട്ടെ, പുരോഗതി പ്രാപിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ആശംസകൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മാഷ് പറഞ്ഞതുപോലെ മുറ്റത്ത് മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ചെറിയ ഒരു വലിയ കലാകാരനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തായതുകൊണ്ട് അദ്ദേഹമാണ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സെലിബ്രിറ്റിയെ നമ്മുടെ സ്കൂളിന് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി വൻ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. മറിമായത്തിലെയും ഉപ്പുമുളകിലൊക്കെ ആൾക്കാരെ ഇതിലെത്തിക്കുന്നതിന് അദ്ദേഹം ഭയങ്കര പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മറിമായത്തിൽ അദ്ദേഹം ചെറിയ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു PTA എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ സ്റ്റുഡൻസിൻ്റെയും പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഒരു സംയുക്തമായ ഒരു കെട്ടുറപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു PTA ഒരു കമ്മിറ്റി രൂപപ്പെട്ട് പോകുന്നത്. അധികം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒന്നും തന്നെ ഇങ്ങനെ ഒരു സംവിധാനങ്ങളില്ല. ഫീസ് കൊടുക്കുന്നു, പഠിപ്പിക്കുന്നു, കുട്ടികളെ ഏകദേശം എല്ലാവരെയും A+ മേടിക്കുന്ന രീതിയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോൾ AES അതിൽ നിന്ന് സമാന്തരമല്ലാത്ത വ്യത്യസ്തമായ പല തലങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ ഒന്നടങ്കം വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കൂളിൽ എൻ്റെ കുട്ടി പഠിക്കുന്നു എന്നത് എനിക്ക് അഭിമാനിക്കാം. സുഹേൽ ചെറിയൊരു കലാകാരനാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് പങ്കിട്ട പല സമ്മാനങ്ങളിലും ഒട്ടനവധി സമ്മാനങ്ങൾ വേണ്ടത് അദ്ദേഹത്തിൻ്റെ കുട്ടിയാണ്. അദ്ദേഹം ഞാനൊക്കെ എൻ്റെ മോളോട് ഫുൾ A+ മേടിക്കണമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ എന്നെ ശാസിക്കും. അദ്ദേഹം പറയും,
A+ിനേക്കാൾ ഉപരി കുട്ടികൾ പഠനത്തിലും മറ്റ് മേഖലകളിലേക്കും മികവ് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ശാസിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് നമ്മുടെ സബ് കളക്ടറായിരുന്നു. യാദൃശ്ചികമായിട്ട് എത്തിപ്പെടാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അപ്പോൾ 2 വ്യക്തിത്വങ്ങളാണ് സ്കൂൾ കാഴ്ചവെക്കുന്നത്. ഒന്ന് AS-ൻ്റെ രീതികളിലേക്ക് കാഴ്ചവെച്ചത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചുകൊണ്ട് ഒരു കളക്ടറാകുക എന്നത് തൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലെ അത്യുന്നതങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിത്വമാണ് കളക്ടർ. മറ്റേത് നേരെ വിപരീതമായിക്കൊണ്ട് തൻ്റെ കലകളിൽ വളരെ ചെറുപ്പകാലങ്ങളിൽ തന്നെ തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളും ബുദ്ധിമുട്ട് അനുഭവിച്ച ആ വ്യക്തി, നമ്മുടെ കേശവൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു വീടും കാറുമൊക്കെ സ്വന്തമാക്കി ചെറിയ പ്രായത്തിൽ. അത് കലാപരമായ കഴിവുകൾ കൊണ്ടാണ്, മറ്റേത് പഠന മികവ് കൊണ്ടാണ്. ഇപ്പോൾ 2 രീതിയിലുള്ള വ്യക്തിത്വങ്ങളെയായിരുന്നു നമുക്കിവിടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്നത്. പക്ഷേ യാദൃശ്ചികമായി സബ് കളക്ടർക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും ആളുകളുടെ ഒരു PTA വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ PTA എന്ന് പറയുന്നത് ഈ 1000 ചില്ലാനം അമ്മമാരുടെയും അച്ഛന്മാരുടെയും കുട്ടികളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് സ്കൂളുമായിട്ട് സംവദിക്കാനുള്ള കാര്യങ്ങൾക്ക് നിങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ്. അപ്പോൾ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ അവർ തെറ്റുകൾ തിരുത്തിയോ എന്തെങ്കിലും ഒരു മാറ്റങ്ങളുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ വേണ്ടി മാനേജ്മെൻറ്റിനോട് ശക്തമായി വാദിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കലാപരിപാടി നടക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്കൂളിൻ്റെ ഉന്നതികളിലേക്ക് എത്രത്തോളം PTA അടക്കം സജീവമായി വർക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു ടീം പോലെ പ്രവർത്തിച്ചുകൊണ്ട് സ്കൂളിൻ്റെ സജീവമായ പ്രവർത്തനത്തിന് വൻ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ PTAക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സജീവമായ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലകളിലും PTA ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന കലാപരിപാടികൾക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ നിങ്ങൾ അതിലേക്ക് ഒരു ആശംസ പറയുക എന്നൊരിത് കർത്തവ്യമാണ് എനിക്കിവിടെ ഉള്ളത്. അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇവിടെ വന്ന് എന്തായാലും ഒരു സെലിബ്രിറ്റി വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഒരു കലാപരമായ ഒരു സംവിധാനം നടക്കുന്ന വിധത്തിൽ ചെറിയൊരു തിക്കും തിരക്കും ഒരു സെൽഫി എടുക്കലും കാര്യങ്ങളുണ്ടാവും. പക്ഷേ വേദിയിൽ ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ ഇറങ്ങിപ്പോയി ശ്രദ്ധ അങ്ങോട്ട് തിരിയുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് PTA എന്ന രീതിയിലും അല്ലെങ്കിൽ ഞങ്ങളെന്ന രീതിയിലും നമ്മൾ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു. എങ്കിലും ചില രീതികളിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ഭംഗിയായി നടക്കാൻ വേണ്ടി ചില വിട്ടുവീഴ്ചകൾ വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു നിമിഷം നമ്മളൊരു ചെക്കായിപ്പോയി. എങ്കിലും ഇനി എങ്ങോട്ടുള്ള പ്രയാണങ്ങളിൽ ഇന്നിവിടെ അടുത്തൊരു വ്യക്തി കൂടി സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തിരശ്ശീല ഉയർന്ന ഓരോ പരിപാടികളും നിങ്ങളുടെ മക്കളുടെ ഓരോ വൈവിധ്യമായിരുന്ന പരിപാടികൾ കൊണ്ട് എത്രത്തോളം അവർക്ക് ഉയരാൻ കഴിയുമോ, ഇനി കരാട്ടയിൽ നിന്നല്ല, ഡാൻസിലല്ല, പാട്ടിലല്ല, നൃത്തത്തിലല്ല, AS സ്കൂളിലെ ഓരോ ടീച്ചർമാരും അത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ കുട്ടികളോട് സംവദിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കാർക്കും കുട്ടികൾ ഇവിടെ ചേർത്തുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, PTA ഉണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഈ പരിപാടിയിൽ അവതരിപ്പിക്കാൻ വന്ന എല്ലാ കൊച്ചുമക്കൾക്കും അതുപോലെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾക്കും ഇത്ര സമയം ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രവിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, AS ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ 21ാമത് വാർഷികാഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ മടുപ്പ് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് എൻ്റെ പേരിലും PTAയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. Guests, dear parents and students, as we come to the close of this remarkable inaugural ceremony of the 21st annual day celebration of our school, it's my privilege to extend my heartfelt gratitude to everyone who has contributed to making this event a grand success. First and foremost, I thank our beloved guest, Master Al-Sabit, popularly known as Keshu from Upumulag fame. Your presence today has brought great joy and excitement to all of us, especially the students. I am deeply grateful to our manager, Sri Pradeepan K, for his constant support and visionary leadership. A special thanks to Sri Suhail PK, our PTA President, for presiding over this occasion and for encouragement and support. Our sincere gratitude goes to our respected principal, Srimati Ramadevi APM, for presenting the annual report and showcasing the achievements and progress of the school. Our deepest gratitude to Sri Chandran Kallat, Member, District Panchayat, and Sri Anil Kumar CK, Chairman, Health and Education Standing Committee, Anjanagadi Gram Panchayat, for honoring us with your presence and distributing prizes to our deserving students.
A special thanks to Sri N. Sujit, AEO, Kannur South Sub-District, for being a part of this memorable occasion. I would also like to extend my heartfelt gratitude to Sri Pri Mugundan, Secretary, Anjarkandi Education Society, and Sri M.M. Ajit Kumar, Treasurer, Anjarkandi Education Society, for their immense support and for distributing prizes. A special mention to Srimadi O.M. Leena, Principal, Anjarkandi HSS, and Srimadi Jodi P.V., Headmistress, Anjarkandi HSS, for their felicitations and kind words. A heartfelt acknowledgement to Sri P.V. Ramachandran Master, former Principal, AES English Medium School, for his inspiring presence. I extend my gratitude to Sri Sunil Kumar Kesi, our PTA Vice President, and Srimadi Shabana K., our Mother PTA President, for rendering their felicitation. I take this opportunity to thank all other dignitaries and members of our community for their excellent cooperation and guidance. My sincere gratitude goes out to our dear parents who have taken time for their busy schedules to grace this occasion with their presence. Special thanks to our dance master, karate master, and drawing master for arranging a variety of wonderful programs that brought vibrance to this event. I also take this opportunity to thank the technical team, including light and sound, videographer, photographer, LED operators, and the print and electronic media for their wider coverage. A heartfelt thanks to Anjarkandi High Secondary School Band for their outstanding performance during the arrival of our esteemed guests. Finally, my sincere thanks to our dear colleagues, supportive staff, and students for their dedication and hard work in making this event alive, and to all those who worked tirelessly behind the scenes to ensure the success of this day. Thank you all for being a part of this memorable celebration. Thank you once again.